ഹലോ നമസ്കാരം, മനോജാണേ. കുറേ നാൾ കൂടി ഇരുന്നിട്ടാണ് എല്ലാവരും ഒന്ന് കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പം വർക്കും പിന്നെ ചൂട് ഇതൊക്കെ കാരണം ഞങ്ങൾ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ചൂണ്ടയിടലും പരിപാടികളൊന്നും ഇല്ലാതെ ഇങ്ങനെ ആ ഒരു ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ വർക്കൊക്കെ കുറേ ദൂരെയൊക്കെ ആയിരുന്നു. അപ്പം അത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി കുറച്ച് നാളത്തേക്കൊന്ന് ഒഴിവാക്കി വെച്ചേക്കാണ്. ഒന്നാമത്തെ ഏറ്റവും വലിയ വിഷയം വർക്ക്, പിന്നെ രണ്ടാമത്തെ കാര്യം ചൂട്. ഈ രണ്ട് കാര്യമാണ് നമുക്ക് പറ്റാതിരുന്നത്. അപ്പം എല്ലാം ഒന്ന് ഒഴിവായി വന്ന് ചൂട് കുറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ചൂടിൻ്റെ ചെറിയൊരു ശമനമൊക്കെ കണ്ടു തുടങ്ങി. ഇപ്പം 2-3 ദിവസമായിട്ട് ഇവിടെയൊക്കെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ മഴയൊക്കെ വന്ന് ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയപ്പം ഞങ്ങളത് വീണ്ടും ഇവിടെ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഇപ്പം ഇത് നമ്മുടെ നാട്ടിൻ പുറത്തുള്ളൊരു സ്ഥലമാണ്. ഇപ്പം എൻ്റെ കൂടെ എന്താണ് നമ്മുടെ വിജിത്തുണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം അഖില്. ഇന്നൊരു പോങ്കുമില്ലാതെ അങ്ങാണ്ട് തെറ്റിത്തിരിയാണ് സ്വന്തം മരുവണ്ടൻ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെയാണ് ഈ പരിപാടി, ഇന്നത്തെ പരിപാടി നമ്മൾ നടത്തുന്നത്. ഇപ്പം ഒരു വൈകുന്നേരം സമയമാണ്. അപ്പം ഇപ്പോഴാകുമ്പം കുറച്ച് വെയിലിനൊക്കെ കുറച്ച് ശമനം കിട്ടില്ല. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി കറക്റ്റായിട്ട് വീഡിയോ ഇടാം എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാര്യം വർക്ക് കുറച്ച് ഹെവിയായിട്ട് കിടക്കുകയാണ്. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ചൂണ്ടയിടയിൽ കുറച്ചത്. കാര്യം നമുക്ക് ജീവിക്കണ്ടേ, ചൂണ്ടയിടയിൽ കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ അതേപോലെ അവരൊക്കെ കല്യാണം കഴിച്ച ആൾക്കാരൊക്കെയാണ്. അപ്പം അവർക്കൊക്കെ വീട്ടിൽ കുഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ വർക്കിലോട്ട് കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയത്. സോ എന്നാലും നമ്മൾ പറ്റുന്ന ടൈമിലെല്ലാം നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങുന്നതാണ്. ഫിഷിങ്ങിന് ഇറങ്ങിയിട്ട് നല്ല നല്ല വീഡിയോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ചാനൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അപ്പം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പം വീഡിയോയിലേക്ക് പോകാം. അതേണ്ടേ ഒന്നും ഇവിടെ കുത്തിയിട്ടുണ്ട്, 2 അവിടെ കുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇറങ്ങിപ്പോകാനുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കരപ്രദേശമാണ്, അപ്പം സിമ്പിളായിട്ട് ഇറങ്ങി പോകാമെന്ന്. പക്ഷേ കരയൊന്നുമല്ല, ഇതുണ്ടല്ലേ, ഇത് ഇവിടെ മൊത്തം വെള്ളമാണ്. ഒരു 3 നാൾ താഴ്ചയുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കറിയിട്ടൊക്കെ ഇറങ്ങുന്നത് നമുക്കിവിടെ പരിചയമുള്ള സ്ഥലമാണ്. പണ്ട് കാലത്ത് മറ്റേ ചൂളയ്ക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന കട്ട ഉണ്ടല്ലോ, അപ്പം അങ്ങനത്തെ ഇഷ്ടിക ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ചെളി എടുത്തുകൊണ്ടിരുന്നത്. ചെളി മാത്രമല്ല മണലും പണ്ടത്തെ ഇതാണ്. പക്ഷേ ആഴമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ആൾ താഴ്ചയുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. ഇപ്പം പിന്നെ കുറേയൊക്കെ നികന്ന് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഇതിനകത്ത് ഇറങ്ങുന്നത് നമുക്കിവിടെ അറിയാവുന്ന സ്ഥലമായതുകൊണ്ട് മാത്രം. പിന്നെ ഞങ്ങളുടെ മാക്സിമം സേഫ്റ്റി നോക്കിയിട്ടാണ് നമ്മൾ ഏതൊരു തോതിലും ഇറങ്ങാറുള്ളത്. അത് നിങ്ങൾക്ക് നേരത്തെ അറിയാം, എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സേഫ്റ്റി അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പം അത് നോക്കിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ ഇവിടെ ഒരു തെങ്ങിൽ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വഴിയെ കാണാം. ഇനി വീഡിയോസ് മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതെങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മീനെ പിടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മീൻ അടിച്ചു. ഡ്രാഗന് സൗണ്ട് ഇല്ലല്ലോ. ഉണ്ടല്ലോ. അതല്ല, ആ ഡ്രാഗന് സൗണ്ട് കിട്ടുന്നില്ല. ഇപ്പോൾ ഉണ്ട്. ഓക്കെ. ഡ്രാഗന് സൗണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പോൾ ഓക്കെ. ഇല്ല, അതങ്ങ് നേരെ ഇരിക്കുമോ, അങ്ങോട്ടിരിക്കുമോ. ഞാൻ കയറൊക്കെ എടുത്തിട്ടോ. എന്താടേ? അതൊക്കെ ഇതിനകത്തുള്ളേ.
ഐ പൊങ്ങിയോ? ഇല്ലല്ലോ. അവിടെ പൊങ്ങിയോ? അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം എന്തായാലും ഒരു വീഡിയോയുള്ള വകുപ്പ് കുത്തി. ഓ ലൈനകത്തൊക്കെ കൊണ്ട് കുരിക്കാൻ പോകുന്നോ? പറഞ്ഞോ? ആ ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റാം. അതിൽ അങ്ങങ്ങാണ്ട് കൊണ്ടുപോയി. റെക്കോർഡാ. സ്റ്റിക്കും കൊണ്ട് പോകണം. ഓ അലഞ്ഞ് അതോടൊന്ന് കയറ്റാടാ. ഞാൻ ട്രാഗ് നല്ല ലൂസ് ചെയ്തിട്ടാണ്. ശരിക്കും മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുരുങ്ങിപ്പോയി. അതാ പെട്ടുപോയത്. അതുകൊണ്ട് മറ്റേ അവിടേക്ക് ആ സ്റ്റിക്കിങ് വലിച്ചു കയറ്റും. ഇടയ്ക്കൊക്കെ കൊണ്ട് കയറ്റുന്നു. ഇനിയാണ് ഈ പണിയിലുള്ള ഏറ്റവും വലിയ ടാസ്ക്. മറ്റേ അറ്റം വലിച്ചേട്ടേ. ഈ പണി അറിയാത്ത പണിക്കാരനൊക്കെ അതല്ലേ ഈശ്വര ഞങ്ങൾ വിളിച്ചോണ്ട് വന്നത്. ഓ കൊള്ളാം. പേരും വീട്ടുപേരും എല്ലാം ഉണ്ടായിരുന്നു ആ ടീഷർട്ടിൻ്റെ പുറകിൽ. പേരും വീട്ടുപേരും എല്ലാം ഉണ്ടായിരുന്ന ടീഷർട്ടിൻ്റെ പുറകിൽ. ഇവിടെ ഒന്ന് കെട്ടണോ? അതാ അത് പൊട്ടിപ്പോകുന്നതിന് മുന്നേ ശരിയാക്കുമോ? പെണ്ണിനോട് താടി കെട്ടറിയാതെ ഈ കെട്ട് മുറുകും. മുറുകില്ല. അങ്ങനെ ഊരാൻ കെട്ട എനിക്ക് ഊരണ്ടേ അവിടെ ചെന്നിട്ട്. അങ്ങനെ മതി. അത് മതി. ഇത്ര മതി. ഈ പറയുന്ന ആളെ ഇയാളെ കൊണ്ടൊന്ന് ഊരാൻ കെട്ട് കെട്ടിക്കണം. ഓക്കെ, ഇനിയാണ് ഇതിലെ ടാസ്ക് ഇരിക്കുന്നത്. കാണുന്ന പോലെ ഇത് പോച്ച നിറഞ്ഞിരിക്കുന്ന സ്ഥലമൊന്നുമല്ല, വെള്ളം ഇത് മൊത്തം. കണ്ടോണ്ട അവന് അതിനകത്ത് നിന്ന് പോകാൻ പറ്റുന്ന. അവനതിനകത്തോളം അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഈ ചൂണ്ടയുടെ അറിയാലോ. ശരിയാ. ഇതിൻ്റെ അറ്റത്ത് വലിയൊരു മീൻ പിടിച്ചടപ്പുണ്ട്. കാണണോ? ഓണ്ട് നോക്കിക്കേ. കൊള്ളാം. പിന്നെ അവൻ അതിനകത്ത് നിൽക്കാൻ പറ്റുമോണ്ണാ? എന്തായാലും കുറച്ച് സമയമെടുക്കും. കട്ട് ചെയ്ത് എന്തായാലും കാണിക്കാം. വാളയാണോ? രോഹോ? ഓക്കെ ഓക്കെ, വാളയല്ല ഇത്, രോഹോ. പോളെ ഇറക്കായിരുന്നിട്ടെ. രോഹുവാ കിട്ടിയാ? ഓക്കെ, തൂക്കിയിട്ടുണ്ട്. നീ കയറി വരട്ടെ. ആ അതെ, അവനിങ്ങ് കയറി വന്നോളൂ. സ്റ്റിക്ക് എടുത്തോ. തോണ്ട വരുന്ന നമ്മുടെ ഐറ്റം ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഉണ്ട് മോനെ.
ദാണ്ട വരുന്നടാ ഐറ്റം. ചാൻ 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 ചാൻ. ഇതാരും അനുഗ്രഹിക്കരുത്. ഇതാരും അനുഗ്രഹിക്കരുത്. എൻ്റെ പൊന്നു. അച്ഛനോട് എനിക്ക് ഇത്രയും ബഹുമാനം നാണ്ടുണ്ട് മക്കളെ ഐറ്റം. ഇത് ചെറുതാ. അതെ, ഇത് വളരെ ചെറുതാണ്. മഞ്ഞക്കകത്ത് കണ്ട 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 വെച്ചേ കാർന്ന് വെച്ചോക്കട്ടെ. ഇതിങ്ങനെ വെച്ചാ അയ്യോ എൻ്റെ കാലിനെ കട്ട് വലുതാ. എൻ്റെ കാലിനെ കട്ട് വലുതാ. മരിക്കല്ല അണ്ണാ, നിന്റെ അയ്യോ അതിനകത്ത് അത് ചവിട്ടി പൊട്ടിച്ചോ. അത് ഊരെണ്ണ അതിനകത്തുനിന്ന്. ഏതാ? അതാ ഇതിനകത്ത് ഊര്. ഓക്കെ. എടാ നിന്നെ കൊണ്ട് സാധിക്കുമോ? ഓക്കെ. ഇന്നത്തേക്ക് കിട്ടിയ ആദ്യത്തെ സാധനം. ഇവിടെ എന്താ ഇത് മൊത്തം കോടിയാണല്ലോ എൻ്റെ പൊന്നെ. എൻ്റെ പൊന്ന് നല്ല ചിമിട്ടൻ സാധനം. ഒരു 1.5 2 ഇത്രയൊക്കെ ഉണ്ട്. രണ്ടിൽ കൂടുതലുണ്ടോ? ആ 4 കൂടുതലുണ്ടോ? പക്ഷെ എനിക്കത്ര വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം. പക്ഷേ ഇത് നോക്ക്, വേണ്ട ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോൾ മനസ്സിലാവും. സാധനം എന്തോരം ഉണ്ടെന്ന്. ഇങ്ങനെ ഓക്കെ അല്ലേ? ഇത്ര വെച്ചാൽ എന്തോരം ഉണ്ട്? ഇവിടം തൊട്ട് ഇവിടം വരെ ഉണ്ട്. ഇതാണ് സാധനം. സത്യമായിട്ട് എനിക്കൊരു 2 കിലോ ഒക്കെ ഇട്ടാ തോന്നിയത്. അപ്പോൾ വേണ്ട നമ്മുടെ ചെറുക്കനെ വേണ്ട അങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടി താത്തു. ആണോ? ഓക്കെ. ഇനി ഈ കയറോടെ കിട്ടിയിടും. ഇനി ഇയാളെ ആ വേണ്ട അതിനകത്തോട്ട് കിട്ടിയിടും. ഓക്കെ. അപ്പം നേരം കുറേ ഇരുട്ടി. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നേരത്തെ കിട്ടിയ ആ ഒരു മീൻ മാത്രമേ ഉള്ളൂ. പിന്നെ അധികമായിട്ടൊന്നും കാണിക്കാറുന്നത് പഴയ ഒരു എനർജി അങ്ങോട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികമായിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്ത് ഇതാക്കി വെറുതെ അത് ഉള്ളൊരു വീഡിയോ വെറുതെ വഷളാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരുപാട് ഇതൊന്നും എടുക്കാറുന്നത്. അപ്പോൾ നാണ്ട നമുക്ക് നേരത്തെ കിട്ടിയ മീൻ വേണ്ടേ അവനിവിടെ സുരക്ഷിതമായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നാണ്ട സൈഡിൽ കിടപ്പുണ്ട് കേട്ടോ. അവൻ മലച്ച്. ഓക്കെ വേണ്ട കിടക്കണം. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് പിടിച്ച മീൻ നേരത്തെ കണ്ടല്ലോ. അപ്പം ഇവനാണ് ഇന്ന് നമ്മൾ പിടിച്ചത്. അപ്പോൾ ഇതിനെ എന്തെങ്കിലും ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കണം. വറക്കാനാണ് കൂടുതൽ ചാൻസ്. അപ്പം വറുത്ത് അടിക്കുന്നവരൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നാമത്തെ കാര്യം എനിക്കിപ്പം ഭയങ്കര മടിയാണ്. ഒന്നാമത്തെ കാര്യം ഭയങ്കര പാടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഇവരൊക്കെയാണ്. മനുവണ്ണൻ, വിജിത്ത്, അഖിലുണ്ടായിരുന്നു. അഖിൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയേക്കാണ്. അപ്പം അടുത്ത വീഡിയോ എന്ന് വരും എന്നുള്ളത് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്ത് അറിയിക്കാം. കാര്യം നമ്മളെല്ലാം ചൊവ്വാഴ്ചയായിരുന്നു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം കുറേ ഡിലേ ഒക്കെ വന്നുകൊണ്ട് എല്ലാം ഒന്ന് കുഴഞ്ഞ് പറഞ്ഞ് കിടക്കുക. അപ്പം വീണ്ടും എല്ലാം ഒന്ന് സെറ്റാക്കി വരുന്നോണം വരെ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനി എന്നാണ് അടുത്ത വീഡിയോ ഇടുന്നതെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് ബെല്ലൈക്കൺ കിണിങ്ങിണി ഞെക്കി വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ മതി. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട്. അപ്പം അതിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.